എന്താടോ ഒരു പഞ്ചാര ലൈൻ? എടാ ശിവസുബ്രഹ്മണ്യ ഹരിരാമേന്ദ്ര, എന്റെ പേര് മുറിച്ചു. മുറിക്കേ? ആര്? സരിത. എടോ ഒരു 4 ആളെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണ്ടേടോ ഈ കർമ്മം നടത്താൻ? തമാശയല്ലടാ. അവൾ എന്നോട് പറഞ്ഞു എന്നെ ചന്ദ്രൻ വിളിക്കാനാ സൗകര്യം. പിന്നെ പിന്നെ അവളെന്നെ നോക്കി ചിരിച്ചു. നീയും ചിരിച്ചോ? ചുരുക്കത്തിൽ അവർ നമ്മളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള സൗകര്യമെല്ലാം താൻ ചെയ്ത് വെച്ചു. എടോ ഈ മദ്രാസ് നഗരത്തിൽ ഇത്രയും സൗകര്യത്തിൽ താമസിക്കാൻ ഒരു സ്ഥലം കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണോടോ. താനത് ഇല്ലാതാക്കി കളയരുത്. അല്ലടാ, അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രണയത്തിൽ നീ വീഴുന്നു. വിടണ്ട, പ്രേമിച്ചോ. പക്ഷെ ഒരു പെണ്ണിൽ ഒതുക്കരുത്. പ്രേമം അനശ്വരമാണ്, അനന്തമാണ്, ആനന്ദമാണ്. എന്തായാലും എനിക്കൊരാള് മതി, സരിത. പ്രേമം പ്രേമത്തിനു വേണ്ടി എന്ന പക്ഷക്കാരനാണ് ഞാൻ. പ്രേമത്തിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ വിശകലനം ചെയ്ത് പഠിച്ചിട്ടുള്ളവനുമാണ് ഈ ഞാൻ. വരൂ. ഈ സബ്ജക്റ്റുകളിലാണ് ഞാൻ ഗവേഷണം നടത്തിയത്. 1969 മുതൽ 79 വരെയുള്ള എന്റെ പ്രേമഭാജനങ്ങളാണ് ഇവർ. മീനാക്ഷി മുതൽ കാദംബരി വരെ. ഇവരെയും നീ പ്രേമിച്ചു? Only 2 days. തുടക്കം ഇവിടെ വന്ന ദിവസം, ഒടുക്കം അതിന്റെ പിറ്റേ ദിവസം. ഇപ്പൊ നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. 79ഓടെ ഞാൻ ആ പ്രസ്ഥാനം നിർത്തി. മടുത്തു. ഇനി കുറച്ച് കാശ് സമ്പാദിക്കണം. അച്ഛനും അമ്മയും പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. എന്നിട്ട് ആ പെൺകുട്ടിയെ സ്നേഹിക്കണം. അപ്പോ ഈ പടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവളെ കാണിക്കാൻ. ഇത്രയും പെൺപിള്ളേർ എന്നെ പ്രേമിക്കാൻ എന്റെ പുറകെ നടന്നല്ലോ എന്നാലോചിക്കുമ്പോ അവൾ അന്തം വിട്ട് എന്നെ പ്രേമിച്ചോളൂ. അതുകൊണ്ട് ചന്ദ്ര, പ്രേമിച്ചോ, പ്രേമിക്കാതിരിക്കരുത്. ഹരം തീരുമ്പോ എന്നെ സമീപിച്ചാ മതി. വിദഗ്ധ ഉപദേശങ്ങൾ ഞാൻ തരാം. യു ആർ എ ന്യൂ കമർ ഇൻ ദിസ് ഫീൽഡ് ബാബാ. മോളെ, എന്താ നമ്മുടെ ഡോക്ടർ മാരാരുടെ ചീട്ട് ഇതിൽ കാണുന്നില്ല. ഇതിലുണ്ടായിരുന്നല്ലോ. എവിടെ? ഞാൻ നോക്കാം. ഇതാച്ചാ. ഇങ്ങനെ എല്ലാ ഡോക്ടർമാരും എഴുതി തരുന്ന മരുന്ന് കഴിച്ചാൽ വല്ല അബദ്ധമായാലോ? 32 ഡോക്ടർമാരെ കാണിച്ചു. 32 ഡോക്ടർമാർ എഴുതി തന്ന മരുന്ന് ഞാൻ കഴിച്ചു. എന്നിട്ടും എന്റെ രോഗം മാറിയില്ല മോളെ. നീ ആ ഡോക്ടർ PV തോമസ് ഇല്ലേ, MD, അദ്ദേഹത്തിന് മരുന്ന് തന്നെടുത്തേ. PV തോമസ് അല്ലേ? ഡോക്ടർ രാജപ്പൻ, ഡോക്ടർ ഭരതൻ, ഡോക്ടർ ബാലകൃഷ്ണൻ. എന്താ സരിതേ, ഇങ്ങനെ ഗുളികകളൊക്കെ കഴിച്ചാൽ പ്രശ്നമല്ലേ? ഒന്നുമില്ലടി, എല്ലാ ഡോക്ടർമാരും എഴുതുന്നത് പഞ്ചസാര ഗുളികയാ. പേര് മാത്രം മാറും. അച്ഛൻ അസുഖം ഒന്നുമില്ലെന്ന് അവർക്കെല്ലാം അറിയാം. നീ എന്താ മോളെ പറയുന്നത്? അല്ല, അച്ഛന്റെ അസുഖത്തിന് ഇത്രയും മരുന്ന് കഴിക്കണമെന്ന് പറയായിരുന്നു. ഇന്ന നായരെ വാടക പിടിച്ചോളി. മോളെ, ഇതുകൊണ്ട് വയ്ക്ക. ഇന്ന് ഏതാ നായരെ? കണ്ണ, കാത, തലയാ, മൂക്ക, കണ്ണടയാ? ഒന്നും പറയണ്ട ആചാരെ. വയറ്റിലൊരു എരിച്ചിൽ, കാത് രണ്ടും കൊട്ടിയടക്കി, കൈക്കും കാലിലും ഭയങ്കര മരവും, തലയുടെ ഈ സൈഡിൽ കിണി കിണി എന്നൊരു ശബ്ദം. ഓ നായരെ, നിങ്ങൾക്ക് പിരാന്താണ്. ഞമ്മക്കുണ്ട് കഴുത്തിന്റെ പിന്നിലൊരു വേദന, കണ്ണിന്റെ ഔത്തൊരു എരിച്ചില്. ഉണ്ടോ? ആ കഴുത്തിന്റെ പിന്നിൽ വേദന വന്നാൽ സർവൈകൽ സ്പോണ്ടലൈറ്റിസ്. അല്ലോ. കണ്ണിന്റെ ഉള്ളിൽ വേദന വന്നാൽ ഗ്ലോക്കോമ. ഓ നായരെ, ഞമ്മളിവിടെ ഇരുന്നാലേ ഞമ്മളൊരു ഭയങ്കര രോഗിയാവും. ഞമ്മള് പോവുകയാണ്. പോയാ? നിങ്ങളെന്താ വല്ലാണ്ടിരിക്കണത്? അല്ലാമിനു, ഞമ്മക്ക് ദേ ഇവിടെ ഒരു വേദന, കണ്ണിന്റെ ഔത്തൊരു എരിച്ചിലും. നിങ്ങൾ ആ ശങ്കരനാരുടെ അടുത്ത് പോയി. നമ്മൾ അവിടെ നിന്നാണ് വരണത്. നമ്മൾ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ അടുത്ത് പോയി അധികം നേരം ഇരിക്കരുതെന്ന്? ഇല്ലാത്ത സോക്കേടൊക്കെ അങ്ങേര് നിങ്ങൾക്ക് തരും. അല്ലാമിനു, അതല്ല. ഒരു കുന്തവും ഇല്ല. നിങ്ങൾ വന്ന് ചോറ് തന്നെ.
കരിമീൻ കറി വെച്ചതുണ്ട്. ആട്ടിന്റെ കരട് പൊരിച്ചതുണ്ട്. എന്താ വകരളേ 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 വാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ചന്ദ്രമൗലീശ്വരായ. ഓം നമോ ഭഗവതേ ശിവസുതായ. മകനെ, കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണേ ഭഗവാനെ. മിണ്ടി പോരും, ഇവിടെ മനുഷ്യനെടുത്ത് ഉറങ്ങണം. അനക ഇങ്ങനെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ. ഇവിടെ ഇരുന്നാ കാറ്റ് കിട്ടില്ല, പുറത്തു പോയിരുന്നോളൂ. Who are you? It's ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. A friend of കുമാർ. കുമാരൻ എവിടെ? ഉറങ്ങുന്നു. ഉറങ്ങ്. Idiot. അമ്മാവൻ ആസനത്തിൽ വെയിലൊഴിച്ചു. ഇതവരെ എണീക്കാറായില്ല അല്ലേ? ഒന്നുമില്ല അമ്മാവ, ഒരു തലവേദന. മനുഷ്യരായി കഴിഞ്ഞാൽ ചില ഡിസിപ്ലിൻ ഒക്കെ വേണം. രാവിലെ എണീക്കണം, എക്സർസൈസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്? വല്ലാത്ത കുളിരാണ് അമ്മാവ. റാസ്കൾ, കുളിരോ? എടാ, ഞാൻ ആർമിയിലായിരുന്നപ്പോ എന്റെ ലാസ്റ്റ് പോസ്റ്റിംഗ് എവിടെയായിരുന്നു അറിയാമോ? ലഡാക്കിൽ. കുളിരെന്ന് വെച്ചാൽ ആന കുളിര്. ഐസ് പോലെ കട്ടിയായി പോയി മസിൽസ് എല്ലാം. എന്നിട്ട് ഞാൻ എക്സർസൈസ് നിർത്തിയോ? ഓടും, ചാടും, സൂര്യ നമസ്കാരം ചെയ്യും. ഉറച്ചുപോയ മസിൽസ് എല്ലാം ഉരുകി വെള്ളം പോലെയായി. മടിയാക്കമാ. ചെറുപ്പക്കാരായ ഡിസിപ്ലിൻ വേണം, ആരോഗ്യം വേണം. തലയ്ക്ക് മുകളിൽ കൈ വരുന്നു, അവൻ ചെയ്യുന്ന പോലെ ചെയ്യും. ഇവനാരാ? നിന്റെ സ്നേഹിതനാണോ? അതെ. ഇതെന്ത് മനസ്സിലടാ? നിന്റെയൊക്കെ ആഹാരം എന്താ? പഞ്ഞിയോ? അല്ല, കഞ്ഞി. 21ാമത്തെ വയസ്സിൽ ഞാൻ ആർമി ചേർന്നതാ. 3ാമത്തെ വയസ്സിൽ മേജറായി. ജനറലിന്റെ ആരോഗ്യം കണ്ട് ആന്തം വിട്ടു നിന്ന് പോയിട്ടുണ്ട്. എന്താ കാരണം? എന്റെ കുക്ക്. അവൻ ഉണ്ടാക്കി തരുന്ന ആഹാരമേ ഞാൻ കഴിക്കൂ. ഹി വാസ് ദ ബെസ്റ്റ് ആർമി കുക്ക്. ചിക്കൻ, മട്ടൺ, പോർക്ക്, ഫിഷ് അവൻ ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചാൽ മൂക്കറ്റ അടിക്കും. മേജർ മാമൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. നല്ലൊരു പാചകക്കാരനുണ്ടെങ്കിൽ എന്തിനാണ് വിവാഹം? അത് ശരിയാ. എന്റെ കുക്ക് എപ്പോഴും പറയും, കൃത്യസമയത്ത്. ഓ മൈ ഗോഡ്. അയ്യോ. ഡോണ്ട് സ്റ്റോപ്പ് ദി എക്സർസൈസ്. കം ഓൺ, കം ഓൺ. അയ്യോ. ആരാടാ ഈ ജപ്പാൻ കുഞ്ഞ്? എന്റെ അമ്മാവനാ. വല്ലപ്പോഴും ഇതുപോലെ വരും, ഉപദ്രവിക്കും, കുക്കിന്റെ കഥകൾ പറയും. വന്നതുപോലെ തിരിച്ചങ്ങ് ഓടിപ്പോവും. കുട്ടിക്കാലം മുതൽ എനിക്ക് മേജർ അമ്മാവനെ പേടിയാ. എവിടെ പാർട്ടി